അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റെസിസ്റ്റൻസിനെ പറ്റി അല്ലെങ്കിൽ ഇമ്പിഡൻസിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളൊരു ഐഡിയ ആദ്യമേ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇമ്പിഡൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നോക്കേണ്ടത് റെസിസ്റ്റൻസിൻ്റെ കേസാണ്. റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും കൂടി ചേർന്നൊരു വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമാണ് ഈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ. അത് ഓംസിലാണെന്ന് നിങ്ങൾക്കറിയാം. എന്നൊക്കെ പറഞ്ഞാണ് സിമ്പിളൊക്കെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കപ്പാസിറ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് എന്താണ്? എബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഒരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റൻസ് പറയുന്നത്. അതിൻ്റെ കപ്പാസിറ്റി സ്റ്റോറിങ് കപ്പാസിറ്റിക്കാണ് കപ്പാസിറ്റൻസ് പറഞ്ഞത്. അത് ഫാരഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. സി എന്നൊക്കെ പറഞ്ഞ സിമ്പിളാണ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലായിരിക്കും എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് ചില മെറ്റീരിയലുകൾക്ക്. കോയിലുകൾ പോലത്തെ മോട്ടറിൻ്റെ കോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഒരു കോമ്പണൻറ്റിൻ്റെ എനർജി മാഗ്നറ്റിക് ഫീൽഡ് രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നൊരു പ്രവൃത്തിക്കാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻഡക്റ്റൻസ് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മോട്ടറിൻ്റെ കോയിൽ, ഓവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നതാണ് നല്ലത്. നമ്മുടെ ഫാൻ അല്ല ഇൻഡക്റ്റീവ് ആയിട്ടുള്ളൊരു ലോഡാണ്. അത് ഹെൻറി എന്ന് പറഞ്ഞ യൂണിറ്റാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഇൻഡക്ടറിൻ്റെ സിമ്പിൾ എൽ വെച്ചാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുകയാണ് ശരിക്കും പറയുക ഇമ്പിഡൻസ് പറയുന്നത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള ക്വാണ്ടിറ്റി, ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. കോംപ്ലക്സ് ഇൻ ദ സെൻസ് അത് കുറച്ചും കൂടി തിയറി ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇമാജിനറി എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത്രയും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, റെസിസ്റ്റൻസും മറ്റേ ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെയൊക്കെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകത്തുകയാണ്. അതും ഓംസിൽ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ യൂണിറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ചോദ്യം കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസിസ്റ്റർ വിൽ ക്യാരി മാക്സിമം കറണ്ട് ഇഫ് എ 10 വോൾട്ട് വോൾട്ടേജ് സപ്ലൈയുടെ കുറച്ച്, അതായത് ഒരു 10 വോൾട്ട് ഒരു റെസിസ്റ്റർ, ഒരു റെസിസ്റ്റർ ഉണ്ട്. അത് എത്രേൻ്റെയാണെന്നുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്റർ കൂടി കടത്തി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ അത് ഏത് റെസിസ്റ്റർ ഉപയോഗിച്ചാലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം നമ്മൾ ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. റെസിസ്റ്റൻസ് കുറയുന്നതാണ് നമുക്ക് ഇതിൽ കൂടെ കറണ്ട് കൂടുതൽ കടത്തിവിട്ടാൻ നല്ലത്. അത് ഏതൊരു മെറ്റീരിയലിൻ്റെയും സിമ്പിളായിട്ട് ആലോചിച്ചാൽ അത് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 10 ഓം ഉണ്ട്, 100 ഓം ഉണ്ട്, 1 ഓം, 0.1 ഓം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും കുറവുള്ളത്? 0.1 ഓം ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൂടെ തന്നെയായിരിക്കും മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടി മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. സിമ്പിളാണ്. ഓംസ് ലോ ആണ്. ഓംസ് ലോ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഓംസ് ലോ പറയുന്നത് I = V/R എന്നാണ്, അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു I ആണ്. ഒരു റെസിസ്റ്ററിൽ കൂടെ ഉള്ള കറണ്ടും വോൾട്ടേജും തമ്മിലൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതായത് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടും എന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഓംസ് ലോ ഡിറൈവ് ചെയ്യുന്നത്. I = V/R. അതിൽ I എന്ന് പറഞ്ഞാൽ കറണ്ട് ആംപിയറിൽ പറയുന്നു, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പറയുന്നു, റെസിസ്റ്റൻസ് ഓംസിൽ പറയുന്നു. അപ്പോൾ നമുക്ക് 10 വോൾട്ടിൻ്റെ ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 4 റെസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 ഓംസ്, 1 ഓം, 100, 0.1. അതായത് 4 ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നോക്കാം. I = V/R, കറണ്ട് = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം 10 ഓം വെച്ചുള്ള റെസിസ്റ്ററിൽ 1 ആംപിയർ ഫ്ലോ ചെയ്യണമെങ്കിൽ 1 ഓമിൽ 10 ആംപിയർ ഫ്ലോ ചെയ്യും. 100 ഓമിലാണെങ്കിൽ 0.1 ആംപിയർ ഫ്ലോ ചെയ്യുന്നുള്ളൂ. എന്നാൽ 0.1 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് മാക്സിമം കറണ്ട് വരുന്നത് 0.1 ഓം റെസിസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഇതെന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി അവേഴ്സ് ഷുഡ് 4 നമ്പേഴ്സ് ഓഫ് 50 വാട്ട് ബൾബ് ബി യൂസ് ടു കൺസ്യൂം 2 യൂണിറ്റ്സ് ഓഫ് എനർജി. അതായത് 50 വാട്ടിൻ്റെ 4 ബൾബുണ്ട് നമ്മുടെ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ. അത് എത്ര മണിക്കൂർ പ്രവർത്തിച്ചാലാണ് 2 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനും നല്ലത് ഈ ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ യൂണിറ്റ് എന്താണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം.
അപ്പോൾ യൂണിറ്റ് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഇതിൽ പറയുമ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് അവറാണ്. അതായത് 1 കിലോ ഉള്ളൊരു എക്യുപ്മെൻറ്റ്, 1 കിലോ വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട്സ് കൺസ്യൂം ചെയ്യാൻ പാകത്തിനുള്ള, അതായത് പവറുള്ള ഒരു എക്യുപ്മെൻറ്റ്. അപ്പോൾ സപ്പോസ് ഒരു 10 വാട്ടിൻ്റെ ബൾബുണ്ട്, അങ്ങനെ ഒരു 100 ബൾബ് ഉണ്ടെങ്കിൽ 1000 വാട്ടായി, അതായത് 1 കിലോ വാട്ടായി മാറി. അപ്പോൾ അത് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഉപയോഗിക്കുന്ന ആ ഒരു എനർജിയാണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കിലോ വാട്ട് അവർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ, 50 വാട്ട്സിൻ്റെ ബൾബുണ്ട്. അപ്പോൾ 4 ബൾബ് വരുമ്പോൾ എത്ര വരും? 50 × 4 200 വാട്ട്സ് വരും. ഓക്കെ. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കേണ്ടത് രണ്ട് യൂണിറ്റ് അല്ലെങ്കിൽ 2 കിലോ വാട്ട് അവർ കൺസ്യൂം ചെയ്യാൻ എത്ര നേരം എടുക്കുന്നല്ലേ. അപ്പോൾ 200 വാട്ട് ബൾബ് അല്ലെങ്കിൽ 200 വാട്ട് ബൾബ് എന്ന് പറഞ്ഞാൽ എത്ര കിലോ വാട്ടാണ്? 0.2 200 / 1000, അതായത് 0.2 കിലോ വാട്ടാണ്. നമ്മുടെ ഈ 4 ബൾബ് 50 വാട്ടിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ 200 വാട്ട്, അല്ലെങ്കിൽ അതിനെ 0.2 1000 കൊണ്ട് ഹരിച്ചാൽ 0.2 കിലോ വാട്ട് എന്നും പറയാം. 200 വാട്ട് ഓർ 0.2 കിലോ വാട്ട് എന്ന് പറയാം. ഇനി നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഇൻറ്റു ടൈമാണ്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, 1 കിലോ വാട്ട് അവറുള്ളൊരു സാധനം 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്യുന്ന പവറിനാണ് എനർജി KWHൽ പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എത്ര നേരം വേണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈം ഈക്വൽ ടു എനർജി / കിലോ വാട്ട്. അപ്പോൾ നമുക്ക് 2 കിലോ വാട്ട് അവർ / 0.2 ചെയ്താൽ നമുക്ക് 10 മണിക്കൂർ ഉണ്ടെങ്കിലാണ് ഈ ഒരു 4 ബൾബുകൾ വർക്ക് ചെയ്ത് 2 യൂണിറ്റ് കൺസ്യൂം ആവുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി. അടുത്തൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഒരു താപവൈദ്യുത നിലയത്തിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ടിക്ക് ചെയ്തൊക്കെ നോക്കണ്ട, നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം റാങ്കിൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഈ റാങ്കിൻ സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ബോയിലറുണ്ട്, അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യും, അത് ഹീറ്റ് ചെയ്യും, എന്നിട്ട് ഹൈ പ്രഷർ സ്റ്റീം ആവും, എന്നിട്ട് ഈ സ്റ്റീം ടർബൈനിൽ കൂടെ വിട്ട് ആ ടർബൈനെ കറക്കുന്നൊരു സംവിധാനമാണ് അതിൻ്റെ അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടർബൈൻ കറങ്ങുമ്പോൾ അതൊരു ജനറേറ്ററായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഇലക്ട്രിസിറ്റിയായി മാറുന്ന പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബാക്കി ഭാഗം പറയുകയാണെങ്കിൽ സ്റ്റീം പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് അത് കണ്ടൻസായി, അതായത് അത് നീരാവി മാറി അത് വെള്ളമായിട്ട് മാറിയിട്ട് അത് പിന്നെ തിരിച്ച് ബോയിലറിലേക്ക് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിൽ നമുക്ക് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു മാക്സിമം എഫിഷ്യൻസി, ഒരു ഹീറ്റ് എഞ്ചിൻ, അത് ഹീറ്റ് കൊടുക്കുന്ന ഒരു എഞ്ചിൻ്റെ ഒരു എഫിഷ്യൻസി, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് മെക്കാനിക്കൽ കാര്യങ്ങളാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഇതല്ല. പിന്നെ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഉണ്ടല്ലോ, നമ്മുടെ എഞ്ചിനൊക്കെ ഇല്ലേ വണ്ടിയുടെ, അപ്പോൾ അതിനുള്ള യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള റീസൺ. അതേപോലെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, ഹൈ വോൾട്ടേജ് യൂസ് ഫോർ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ വൈ, ദീർഘദൂര വൈദ്യുതി പ്രസരണത്തിനായിട്ട് ഉയർന്ന വോൾട്ടേജ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എല്ലാം മുകളിൽ പറഞ്ഞ എല്ലാം എന്നാണ്. ഇലക്ട്രിക്കൽ സേഫ്റ്റി പറയുന്നുണ്ട്, മിനിമം പവർ ലോസ് ഉണ്ട്, ലൈറ്റിങ്ങിൽ നിന്ന്, അതായത് മിന്നൽ പിണരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും ഇതിൽ എന്തൊക്കെ ഉപകാരമുണ്ട് ഈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ കൊണ്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ പവർ ദൂര ഇതിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര എനർജി ലോസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മുടെ ലൈനുകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് ഇത് ലോസ് സംഭവിക്കാം. ഓംസ് ലോ പറഞ്ഞ പോലെ I/R അത് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ കറണ്ടിനെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എഫിഷ്യൻസി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് കുറച്ച് ഫ്ലോ ആക്കി എടുക്കാൻ പറ്റും. അതായത് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് ഈ പ്രപ്പോർഷൻ മാറ്റിയെടുക്കാനുള്ളൊരു കറണ്ട് വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് കുറയ്ക്കാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ ഉണ്ടാവും. കാരണം നമുക്ക് ടോട്ടലി പവർ എത്തിച്ചാൽ മതി. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് പവർ എന്നുള്ള ഒരു ഫോമുല ഇവിടുത്തെ കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കുറച്ച് അങ്ങനെ പവർ നമുക്ക് ഉദ്ദേശിച്ച പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി വരും, കാരണം പവർ ലോസ് കുറവാണല്ലോ, അതുകൊണ്ട് എഫിഷ്യൻസി കുറയും. അല്ലെങ്കിൽ ഇത് കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്ത് ഹീറ്റായിട്ടൊക്കെ ലോസ് സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും വേറെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ലോവർ കറണ്ടാണ് ഈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ലൈനിൻ്റെ സൈസും അതിൻ്റെ ആ വഴി അതിൻ്റെ കോസ്റ്റും ടവറിൻ്റെ സബ്സിഡിൻ്റെ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ റെഡ്യൂസ് ലൈൻ സാഗ്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ടൈം ലെസ് സാഗ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. അതായത് നമ്മൾ ഈ സൈസൊക്കെ കുറയ്ക്കണോണ്ട് ഇങ്ങനെ വെയിറ്റ് കൂടുന്നവരും നമ്മൾ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ലൈൻ വളഞ്ഞ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മെയിൻ്റെനൻസും ഈ ഇൻസ്റ്റാളേഷനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിവിടെ ഒഴിവാവുകയാണ്. പിന്നെ എനർജി ലോസ് ഇല്ലാത്തതെന്ന് തന്നെയാണ് പ്രധാന കാര്യം ഇതിൻ്റെ അകത്ത്. നമുക്ക് പവർ ഗ്രിഡും പല ദൂരത്തു നിന്നൊക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും ജനറേഷൻ ശേഷി. ഇപ്പോൾ നമ്മുടെ തന്നെ ഇടുക്കിയിൽ നിന്ന് നമ്മൾ ഇവിടം വരെ ഇപ്പോൾ ഞാൻ എറണാകുളത്താണ്, അപ്പോൾ എറണാകുളം വരെയൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ദൂരമല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം തന്നെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഇത് പൈസ ലാഭിക്കുന്നുണ്ട്. ഈ മെയിൻ്റെനൻസും കൺസ്ട്രക്ഷൻ്റെ പാർട്ടിലും അങ്ങനെ പല രീതിയിലും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മറ്റേ ലൈനിൻ്റെ സൈസ് കുറയ്ക്കുന്നു, അങ്ങനെ ആ രീതിയിലൊക്കെ ഇത് ഒഴിവാക്കുന്നു. പിന്നെ അതുകൂടെ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് പാടാണ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ഷോക്ക്, കാരണം അതിൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഇത് ഇൻസുലേറ്റഡ് ലൈനിൽ കൂടെയൊക്കെ ആകും, പലതും അണ്ടർഗ്രൗണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ കുറേ പ്രശ്നം വരും. പിന്നെ പവർ ലോസിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞല്ലോ, പവർ ലോസ് മിനിമൈസ് ചെയ്യും. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ്നിങ് സ്ട്രൈക്സ് ഇതൊക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡാമേജ് ഇല്ലാത്ത രീതി, വരാത്ത രീതിയിൽ. അപ്പോൾ ആ ഒരു രീതിയിലും ഇത് 3 ഓപ്ഷനും കൂടി നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൽ പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആണ് നമുക്ക് ഇതിൽ കറക്റ്റ്. മുകളിൽ പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാം കറക്റ്റാ എന്നുള്ളതാണ് നമുക്കിതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇത് വെച്ച് നിർത്താം.